MDMA-യുമായി കൊല്ലത്ത് പിടിയിലായ അനില രവീന്ദ്രന് അന്തർ സംസ്ഥാന ലഹരി മാഫിയയുമായി ബന്ധം. നിരവധി തവണ അനില കൊല്ലത്തേക്ക് ലഹരി എത്തിച്ചു എന്ന് പോലീസ് പറയുന്നു. അതേസമയം തിരുവനന്തപുരം ചിറയൻകീഴിൽ 130 ഗ്രാം MDMA പിടികൂടിയ സംഭവത്തിൽ പ്രധാന പ്രതി പിടിയിലായി. 96.6 ഗ്രാം MDMA-യുമായി കൊല്ലത്ത് പിടിയിലായ അനില രവീന്ദ്രന്റെ അന്തർ സംസ്ഥാന ബന്ധത്തിന്റെ കൂടുതൽ വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത്. കണ്ണൂരിൽ പിടിയിലായ ലഹരിക്കടത്തുകാരൻ അനിലയെ ഫോണിൽ ബന്ധപ്പെട്ടതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചു. ഇയാൾ വഴിയാണ് ബംഗളൂരുവിൽ നിന്ന് അനില MDMA വാങ്ങിയതെന്നാണ് വിവരം. അനില കൊല്ലത്തടക്കം നിരവധി തവണ ലഹരി എത്തിച്ചുവെന്നും വിവരം ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ലഹരിക്കടത്തിന്റെ പ്രധാന ക്യാരിയറിലൊരാളാണ് അനില. കഴിഞ്ഞ 4 വർഷമായി ലഹരി സംഘങ്ങളുമായി അനിലയ്ക്ക് ബന്ധമുണ്ടെന്നും ലഹരി ഇടപാടുകൾ നടത്തിയിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി. സംഭവത്തിൽ അനിലയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനം. അതേസമയം ഡിസംബറിൽ ചിറയൻകീഴിൽ 130 ഗ്രാം MDMA പിടികൂടിയ സംഭവത്തിൽ പ്രധാന പ്രതി പിടിയിലായി. പത്തനംതിട്ട സ്വദേശി അലൻ ഫിലിപ്പാണ് പിടിയിലായത്. ബംഗളൂരുവിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. അലൻ ബംഗളൂരുവിൽ നിന്നും MDMA സപ്ലൈ ചെയ്യുന്നതിൽ പ്രധാനിയാണെന്ന് പോലീസ് പറഞ്ഞു. 24 കൊല്ലം.